നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആലിലക്കണ്ണൻ്റെ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ സ്കെച്ചിങ് ചെയ്തിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണണം. വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. വൃന്ദാവനത്തിൽ തൈര് വിൽക്കുന്ന ഒരാളാണ് ദതിപാണ്ഡൻ. തൈര് ഉണ്ടാക്കി അടുത്തുള്ള ഗ്രാമങ്ങളിലും മറ്റും കൊണ്ടുപോയി കച്ചവടം ചെയ്താണ് നിത്യവൃത്തി കഴിച്ചിരുന്നത്. കിട്ടുന്ന വരുമാനത്തിൽ സന്തുഷ്ടനായിരുന്നു അദ്ദേഹം. കൃഷ്ണന്റെ ഗൃഹത്തിനടുത്തായിരുന്നു ദതിപാണ്ഡൻ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് കൃഷ്ണനെ വലിയ ഇഷ്ടമായിരുന്നു. കണ്ണന് 2 വയസ്സായി. തൈര് വിൽക്കാൻ പോകുന്ന വഴി കണ്ണനെ കാണുമ്പോൾ കണ്ണിറയെ നോക്കി നിൽക്കും. ഒന്ന് തൻ്റെ ഗൃഹത്തിൽ വരുമോ കണ്ണ എന്ന് ചോദിച്ചാൽ സമയമാവട്ടെ എന്ന് പറഞ്ഞ് കണ്ണൻ കള്ളച്ചിരിയോടെ ഓടിപ്പോകും. അതിങ്ങനെ ഒരു നിത്യപതിവായി. കണ്ണൻ നന്നായി ഓടി നടക്കും. വായിൽ പല്ലു വന്നു കഴിഞ്ഞു. പക്ഷേ അമ്മിഞ്ഞപ്പാലിനോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം യശോദാമ്മ കണ്ണനെ കുളിപ്പിച്ച് മുടിയിൽ പീലിയും മുത്തുമാലകളും കൊണ്ട് അലങ്കരിച്ച് കണ്ണെഴുതി ഗോപിക്കുറി തൊടുവിച്ചു. കാതിൽ മകരകുണ്ടലങ്ങളും കഴുത്തിൽ പുലിനഖവും പാലക്കാമോതിരവും അണിയിച്ചു. കണ്ണന് പട്ടുകോണകത്തിനോടുള്ള ഇഷ്ടം എത്രയാന്ന് പറഞ്ഞാൽ തീരില്ല. എന്നും കണ്ണന് പട്ടുകോണകം വേണം, അതും പുതുപുത്തൻ. അമ്മ കണ്ണനെ പുതിയ പട്ടുകോണകം ഉടുപ്പിച്ചു. കണ്ണനെ കളിക്കാൻ പറഞ്ഞയച്ച് അടുപ്പിൽ പാല് കാച്ചാൻ വെച്ച് യശോദാമ്മ തൈര് കടയുകയായിരുന്നു. യശോദാമ്മ അറിയാതെ ആനന്ദത്തോടെ കൃഷ്ണഗീതികൾ പാടാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ അമ്മയുടെ മടിയിലേക്ക് നുഴഞ്ഞു കയറി അമ്മിഞ്ഞ കുടിക്കാൻ തുടങ്ങി. കൊതിയോടെ ആസ്വദിച്ച് കാലാട്ടിക്കൊണ്ട് അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുന്ന കണ്ണന്റെ മേൽ തൈർത്തുള്ളികൾ തെറിച്ചു വീണിട്ടുണ്ട്. ഒരു അലങ്കാരം പോലെ കണ്ണന്റെ ശ്യാമവർണ്ണത്തിന് അത് മോടികൂട്ടി. പെട്ടെന്ന് അടുപ്പിൽ വെച്ച പാൽ പൊങ്ങുന്നത് കണ്ട് കണ്ണനെ മടിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് അടുപ്പിന്റെ അടുത്തേക്ക് യശോദാമ്മ ഓടിപ്പോയി. കണ്ണന് അത് ഒട്ടും രസിച്ചില്ല. അമ്മയ്ക്ക് എന്നേക്കാൾ പ്രിയം പാലിനോടോ? ദേഷ്യം കൊണ്ട് ആദ്യം മുടിയിൽ ചാർത്തിയ മാല അഴിച്ചു എറിഞ്ഞു. എന്നിട്ടും കോപം തീരാതെ പട്ടുകോണകം അഴിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് കടകോലിന്മേലായിരുന്നു. വേഗം ആ കടകോലെടുത്ത് തൈർക്കലത്തിൽ ഒറ്റയടി. കലം പൊട്ടി തൈര് പരന്നൊഴുകി. തൈരും വെണ്ണയുമെല്ലാം കണ്ണന്റെ മുഖത്തും ദേഹത്തും തെറിച്ചു വീണു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും കണ്ണന്റെ കോപം ശമിച്ചു. അപ്പോൾ ഓർത്തു, വേണ്ടായിരുന്നു, അമ്മ ഇപ്പോൾ വന്ന് കണ്ടാൽ തന്നെ തല്ലും. ഓടിയാലോ? വേണ്ട, അമ്മയ്ക്ക് ദേഷ്യം കൂടും, നിന്നാൽ അടിക്കുകയും ചെയ്യും. എന്നാൽ ഗോപികമാരുടെ അടുത്ത് പോയി രക്ഷിക്കാൻ പറഞ്ഞാലോ? അസലായി. പാലും വെണ്ണയും കട്ടു തിന്ന ദേഷ്യം അവർക്കുണ്ട്. അതും പറഞ്ഞ് ആ കുശുംബികൾ അടി കൂടുതൽ വാങ്ങിത്തരും. എന്നിങ്ങനെ ഓർത്തപ്പോഴേക്കും ഓടി വന്ന യശോദ കുഞ്ഞികൃഷ്ണൻ തലമുടച്ചത് കണ്ടു. ഈയിടെയായി കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. മാത്രമല്ല ഒട്ടും ഭയമില്ല താനും. അടുത്ത് കിടന്നിരുന്ന ഒരു വടിയെടുത്ത് അടിക്കാൻ ചെന്നു. മിന്നൽ പോലെ കണ്ണൻ ഓടി മറിഞ്ഞു. യശോദ പിറകെ വടി കൊണ്ട് ഓടി. ഇന്ന് അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. ഈ സമയം ദതിപാണ്ഡൻ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടിന്റെ തിണ്ണയിൽ വിശ്രമിച്ചുകൊണ്ട് കണ്ണനെ ഓർത്ത് കൃഷ്ണ കൃഷ്ണ എന്ന് ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴതാ ഉണ്ണിക്കണ്ണൻ ദൂരെ നിന്ന് ഓടി വരുന്നു. അഴിഞ്ഞുലഞ്ഞ തലയിൽ മയിൽപ്പീലി തൂങ്ങി ആടിക്കൊണ്ട് മേലാകെ തൈരും വെണ്ണയും പുരണ്ട് കണ്ണൻ ഓടി വന്നു. പിറകെ യശോദാമ്മയും ഉണ്ട്. ഓടരുത് ഉണ്ണി, അവിടെ നിൽക്കൂ,
നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഞാൻ അടിക്കും, മര്യാദയ്ക്ക് നിന്നാൽ തല്ലില്ല എന്ന് യശോദാമ്മ വിളിച്ചു പറഞ്ഞു. കണ്ണന് യശോദാമ്മയുടെ വാക്കിൽ ഒട്ടും വിശ്വാസമില്ല. കയ്യിൽ കിട്ടിയാൽ തന്നെ തല്ലും. പോരാത്തതിന് എന്തായാലും നിന്റെ മകന് അടിയുടെ കുറവ് നല്ലോണമുണ്ട് എന്ന് പറഞ്ഞ് യശോദയുടെ കൂടെ കുറച്ച് ഗോപികളും വരുന്നുണ്ട്. ദധിപാണ്ഡന്റെ അടുത്തെത്തിയ കൃഷ്ണൻ അയാളോട് പറഞ്ഞു, അമ്മാവ, എന്നെ ഒന്ന് സഹായിക്കൂ. ദയവ് ചെയ്ത് എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കൂ. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കൂ. ആ സമയം അദ്ദേഹം പറഞ്ഞു, അമ്മയുടെ ഉണ്ണിക്ക് 2 അടിയുടെ കുറവുണ്ട്. എത്ര വിളിച്ചു ഞാൻ, അന്നൊന്നും വന്നില്ല. ഇപ്പോൾ ഞാൻ സഹായിക്കില്ല. അത് കേട്ടപ്പോൾ കണ്ണൻ കരയാൻ തുടങ്ങി. കെഞ്ചുന്ന മുഖത്ത് നോക്കിയപ്പോൾ ദധിപാണ്ഡന്റെ മനസ്സലിഞ്ഞു. അയാൾക്ക് നല്ലൊരു നേരം പോക്കും ആയി. ദധിപാണ്ഡൻ അവിടെ ഇരുന്ന ഒരു വലിയ പാന കാണിച്ച് അതിനുള്ളിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു. ആ കലം മറ്റൊരു കലം കൊണ്ട് അടച്ചു വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ ഇരുന്നു. വലിയ കിതപ്പോടെ യശോദ അവിടെ എത്തി. എന്നിട്ട് ദധിപാണ്ഡനോട് കണ്ണനെ കണ്ടോ എന്ന് ചോദിച്ചു. അമ്മേ, കണ്ണൻ ഇവിടെ എങ്ങും വന്നിട്ടില്ലല്ലോ. അവൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്നായി യശോദ. ദധിപാണ്ഡൻ പറഞ്ഞു, യശോദാമേ, നിങ്ങൾക്ക് എന്ത് കണ്ടാലും കണ്ണൻ എന്നേ തോന്നൂ. എന്തിനധികം ഇരുട്ടത്ത് ഇവിടെ വെച്ചിരിക്കുന്ന കലം കണ്ടാലും നിങ്ങൾ കണ്ണനാണെന്നേ പറയൂ. കലവും കണ്ണനെ പോലെ കറുത്ത നിറമാണല്ലോ. ശരിയാണ്, അവർക്ക് എല്ലാം കൃഷ്ണമയമാണ്. കലത്തിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് കണ്ണൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ കണ്ണൻ ഇവിടെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. യശോദയുടെ കാലച്ച അകന്നകന്നു പോയപ്പോൾ കണ്ണൻ പറഞ്ഞു, അമ്മാവ, എന്നെ തുറന്നു വിടൂ. എനിക്ക് ഇതിനകത്ത് ശ്വാസം മുട്ടുന്നു. എന്തൊരു ചൂട്. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഒരു ഇടയ ചെറുക്കനായി വേഷം മാറി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു, ഇല്ല കണ്ണ, ഞാൻ വിടില്ല. വിടണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണം. കണ്ണൻ ചോദിച്ചു, എന്റെ അമ്മ പോയല്ലോ, ഇനി എന്നെ തുറന്നു വിടൂ. ഞാനൊരു കുഞ്ഞല്ലേ, എനിക്ക് എന്ത് തരാനാവും? പക്ഷേ ദധിപാണ്ഡൻ തന്റെ വാദത്തിൽ ഉറച്ചു തന്നെ നിന്നു. എനിക്കും ഇവിടെയുള്ള എല്ലാത്തിനും മോക്ഷം തരുമെങ്കിൽ നിന്നെ ഞാൻ തുറന്നു വിടാം എന്ന് പറഞ്ഞു. ശരി അമ്മാവ, ഞാൻ ഇതാ മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി എന്നെ തുറന്നു വിടൂ, കണ്ണൻ പറഞ്ഞു. അദ്ദേഹം പരമ സന്തോഷത്തോടെ കലം തുറന്നു കൊടുത്തു. കണ്ണന്റെ ലീലകൾ കണ്ട് ആസ്വദിക്കുന്ന ദേവന്മാർക്ക് ഇത് കണ്ട് ആശ്ചര്യവും ലജ്ജയും തോന്നി. ഭഗവാനോട് ഇങ്ങനെ ചോദിക്കണം എന്ന് ഒരിക്കലും തങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ. സർവവ്യാപിയായ ഭഗവാൻ ഇവിടെ ഇല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ വെറും ഒരു തൈര് കച്ചവടക്കാരൻ മോക്ഷം ലഭ്യമാക്കി. ഇതാണ് കൃഷ്ണലീല. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ കണ്ണൻ നാണത്തോടെ തലതാഴ്ത്തി നിന്നു. ദധിപാണ്ഡൻ ചോദിച്ചു, എന്തു പറ്റി കണ്ണാ? എന്താ? അത് അമ്മാവ, വഴിയിൽ കുറച്ച് ആളുകളുണ്ട്, പോരാത്തന് ആ ഗോപികമാരും. അതിനെന്താ കണ്ണാ? കണ്ണന്റെ മുഖത്ത് നാണം കലർന്ന ഒരു കള്ളച്ചിരി. അമ്മാവ, അവരെല്ലാവരും കളിയാക്കും. എനിക്ക് ഒരു പട്ടുകോണകം തരൂ. ദധിപാണ്ഡൻ പൊട്ടിച്ചിരിച്ചു. കണ്ണാ, അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ണടച്ചാണ് ഓടിയത്. കേവലം ഒരു മനുഷ്യബാലനായി ലീലയാടുന്ന കണ്ണന്റെ നിഷ്കളങ്ക ഭാവം കണ്ട ദധിപാണ്ഡൻ എല്ലാം മറന്ന് കണ്ണനെ മാറോട് ചേർത്തു. കണ്ണന് പട്ടുകോണകം നല്ല ഇഷ്ടമാണ് എന്ന് അദ്ദേഹവും കേട്ടിട്ടുണ്ട്. എന്നെങ്കിലും കണ്ണൻ വന്നാൽ നൽകാൻ കരുതി വെച്ച പട്ടുകോണകം കണ്ണനെ ഉടുപ്പിച്ചു. കണ്ണൻ സന്തോഷത്തോടെ തിരിച്ചുപോയി. ഭക്തിയുടെ മഹത്വം കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു. ഭക്തനോട് ബന്ധമുണ്ടായത് കാരണം അചേതന വസ്തുക്കൾക്ക് പോലും ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മടിക്കരുത്.
നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.